കുമ്പസാരം എന്ന കൂദാശയെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയ വഴി കുമ്പസാരം എന്ന കൂദാശ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുന്നു. നമ്മളതിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് കടന്ന് ചിന്തിക്കുകയും എന്താണ് കുമ്പസാരം എന്ന കൂദാശ എന്ന് പഠിക്കുകയും ചെയ്യുകയാണ്. അതിനു മുന്നോടിയായിട്ട് എന്താണ് പാപമെന്ന് നമ്മൾ ചിന്തിച്ചു. അനുസരണക്കേടാണ് പാപത്തിൻ്റെ ഉത്ഭവം എന്നും നമ്മൾ കണ്ടു. എന്നാൽ സമയക്കുറവ് മൂലം വളരെ കുറച്ച് സമയങ്ങളിൽ നമുക്ക് മനസ്സിലാകാവുന്ന രീതിയിൽ ഈ വിഷയം അവതരിപ്പിക്കാനാണ് ഞാൻ ശ്രമിക്കുക. ഇപ്പോൾ പഴയ നിയമത്തിലാണേലും പുതിയ നിയമത്തിലാണേലും പാപത്തിന് നൽകപ്പെടുന്ന വ്യാഖ്യാനങ്ങൾ എന്താണ്? 1 യോഹന്നാൻ 3:4 പറയുന്നു, പാപം നിയമലംഘനമാണ്. നിയമം ലംഘിക്കുന്നതാണ് പാപം എന്ന് പറയുന്നത്. എന്താണ് നിയമം? നിയമം എന്ന് പറയുന്നത് ദൈവപ്രമാണങ്ങളാണ്. ദൈവം ഇസ്രായേൽ ജനത്തിന് നൽകിയ 10 പ്രമാണങ്ങളും പരിശുദ്ധ കത്തോലിക്കാ സഭ തൻ്റെ മക്കൾക്ക് നൽകിയ 5 പ്രമാണങ്ങളും ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ 10 പ്രമാണങ്ങളുടെയും സഭ നൽകിയിരിക്കുന്ന 5 പ്രമാണങ്ങളുടെയും ലംഘനമാണ് പാപം എന്ന് പറയുന്നത്. എന്താണ് 10 പ്രമാണങ്ങൾ? നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാകരുത്. ദൈവത്തിൻ്റെ തിരുനാമം വൃഥ ഉപയോഗിക്കരുത്. കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായിട്ട് ആചരിക്കണം. മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം. കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം നൽകരുത്, അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുത്, അന്യൻ്റെ വസ്തുക്കൾ മോഹിക്കരുത്. ഇതാണ് 10 പ്രമാണങ്ങൾ. ഈ 10 പ്രമാണങ്ങളെ 2ആയിട്ട് നമുക്ക് ചുരുക്കി ധ്യാനിക്കാം. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിക്കുക. നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ഈ 10 പ്രമാണങ്ങൾ ഈ 2 പ്രമാണങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പം എന്താണ് തിരുസഭയുടെ പ്രമാണങ്ങളെന്ന് നമുക്ക് മനസ്സിലാക്കാം. തിരുസഭയുടെ പ്രമാണങ്ങളെന്ന് പറയുന്നത് ഞായറാഴ്ചകളിലും കടപ്പെട്ട തിരുനാളുകളിലും മുഴുവൻ കുർബാനയിൽ പങ്കുകൊള്ളണം. ആ ദിവസങ്ങളിൽ വിലക്കപ്പെട്ട വേലകൾ ചെയ്യരുത്. ആണ്ടിലൊരിക്കലെങ്കിലും കുമ്പസാരിക്കുകയും പെസഹാ കാലത്ത് പരിശുദ്ധ കുർബാന ഉൾക്കൊള്ളുകയും വേണം. നിശ്ചയിക്കപ്പെട്ട ദിവസങ്ങളിൽ ഉപവസിക്കുകയും വിലക്കപ്പെട്ട ഭക്ഷണ സാധനങ്ങൾ വർജിക്കുകയും വേണം. വിലക്കപ്പെട്ട കാലത്ത് വിവാഹം നടത്തുകയോ തിരുസഭ വിലക്കിയിരിക്കുന്നവരുമായി വിവാഹം നടത്തുകയോ ചെയ്യരുത്. ദേവാലയത്തിനും ദൈവ ശുശ്രൂഷകർക്കും വൈദിക അധ്യക്ഷൻ, അതായത് രൂപതാധ്യക്ഷൻ മെത്രാൻ നിശ്ചയിച്ചിട്ടുള്ള പദവരാവും മറ്റ് ഓഹരികളും കൊടുക്കണം. അതായത് രൂപതാധ്യക്ഷന് ഒരു ഇടവക നടന്നു പോകാൻ വേണ്ടി നിശ്ചയിക്കപ്പെട്ട കാര്യങ്ങളൊക്കെയും ആ സമൂഹത്തിലുള്ളവർ ചെയ്യണം. അപ്പം ഇങ്ങനെ സഭയുടെ 5 പ്രമാണങ്ങളും ദൈവം മോശ വഴി നൽകിയ 10 പ്രമാണങ്ങളുമാണ്. അവയുടെ ലംഘനമാണ് പാപം എന്ന് പറയുന്നത്. ഈ ലോകത്തുള്ള സർവ്വ പാപങ്ങളും ഈ പ്രമാണങ്ങളിൽ ഉൾക്കൊള്ളുന്നുണ്ട്.
ഒന്നാം പ്രമാണത്തിൻ്റെ ലംഘനം അത് അതിനകത്ത് ഉൾക്കൊള്ളും. ഈ 10 പ്രമാണങ്ങളിൽ എല്ലാ പാവങ്ങളും ഉൾക്കൊള്ളുന്നുണ്ട്. അതുകൊണ്ടാണ് യോഹന്നാൻ ശ്ലീഹ പറഞ്ഞത് പ്രമാണങ്ങളുടെ ലംഘനമാണ് പാപം എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ പ്രമാണവും നമ്മളെടുത്ത് ധ്യാനിക്കുമ്പോൾ അതിന് നമ്മൾ കൂടുതൽ സമയമെടുക്കും. അപ്പോൾ പൊതുവിൽ അത് മാത്രം പറഞ്ഞു എന്ന് മാത്രം. ഉദാഹരണം പറഞ്ഞാൽ, നിൻ്റെ ദൈവമായ കർത്താവ് ഞാനാണ്, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. അപ്പം പ്രധാനമായിട്ട് ഇതിനകത്ത് ഉൾക്കൊള്ളുന്നതാണ് വിഗ്രഹാരാധന, അതുപോലെ തന്നെ ആഭിചാരം, മന്ത്രവാദം, കൂടോത്രം, ധനമോഹം. പൗലോസ്ലീഹ പറയുന്നത് ഇത് തന്നെയാണ്, ധനമോഹമാകുന്ന വിഗ്രഹാരാധന. ചിലർക്ക് കുടുംബമാണ് വലിയ ദൈവം, കൂടുതൽ മക്കളോട് കൂടുതൽ ആഭിമുഖ്യം, ദൈവത്തെക്കാൾ ഉപരിയായിട്ട് എന്തിനു പ്രാധാന്യം കൊടുക്കുന്നു, അത് ഒന്നാം പ്രമാണങ്ങളുടെ ലംഘനമാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് കർത്താവിൻ്റെ നാമം വൃഥ ഉപയോഗിക്കരുത്. അതിന്ന് നമ്മുടെ സമൂഹത്തിൽ ധാരാളമായിട്ട് കണ്ടുവരുന്നുണ്ട്. തങ്ങളുടെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം ദൈവത്തിൻ്റെ നാമം ദുരുപയോഗിക്കുക. അത് നോമ്പെടുത്താണെങ്കിലും നേർച്ചകൾ നേർന്നാണെങ്കിലും അതുപോലെ തന്നെ നൊവേനകൾ നടത്തിക്കൊണ്ടാണെങ്കിലും തീർത്ഥാടനങ്ങൾ നടത്തിക്കൊണ്ടാണെങ്കിലും എന്തിനും ഏതിനും ആണയിട്ടുകൊണ്ട് ദൈവനാമം ദുഷിക്കുക. അതാണ് യേശു പറഞ്ഞത്, നിങ്ങളുടെ ഉത്തരം അതെ അതെ എന്നോ അല്ല അല്ല എന്നോ ആയിരിക്കട്ടെ. അതിനപ്പുറം വരുന്നത് തിന്മയിൽ നിന്നാണ്, സാത്താനിൽ നിന്നാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മുടെ സത്യപ്രതിജ്ഞകളൊക്കെ കണ്ടിട്ടുണ്ട്. സത്യപ്രതിജ്ഞയിൽ പറയുന്നത് ദൈവനാമത്തിൽ ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു, എന്നിട്ട് ഇവർ ചെയ്യുന്നത് മുഴുവൻ നേരെ വിപരീതമാണ്, നീതിരഹിതമായ പ്രവർത്തനങ്ങളാണ് ഇവർ പലപ്പോഴും ചെയ്യുന്നത്. ദൈവത്തിൻ്റെ നാമത്തിൽ പ്രതിജ്ഞ ചെയ്യുകയും സാത്താൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്ന പ്രവണത. കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായിട്ട് ആചരിക്കണം. ഇന്നിപ്പോൾ വേറൊരു പ്രവണത കണ്ടെത്തുന്നുണ്ട്, കർത്താവിൻ്റെ ദിവസം ഇന്ന് ചാരിറ്റിക്കായിട്ട് മാറ്റി വെച്ചിരിക്കുക. അന്ന് പള്ളിയിൽ പോവുകയില്ല, വേദപാഠത്തിന് പോവുകയില്ല. അതിനൊക്കെ പറയുന്ന ന്യായം, അവനൊരു നന്മ ചെയ്യണം, അതിന് ഞായറാഴ്ചയെ കിട്ടിയുള്ളൂ. കാരണം ഒരാഴ്ച എന്ന് പറയുന്നത് 7 ദിവസമാണ്. 6 ദിവസം നമുക്ക് പ്രവർത്തിക്കാനുള്ള സമയമുണ്ട്. അന്ന് നന്മ പ്രവൃത്തികൾ നമുക്ക് ചെയ്യാം. പക്ഷെ ഞായറാഴ്ച എന്ന് പറയുന്നത് നമ്മൾ ഒരാഴ്ച ദൈവം തന്ന എല്ലാവിധ അനുഗ്രഹങ്ങൾക്കും നമ്മൾ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കാനും പരിശുദ്ധ ബലിയിൽ നമ്മൾ പങ്കാളികളാകാനും വേണ്ടി മാറ്റിവെക്കപ്പെട്ട ദിവസമാണ്. അന്ന് ദൈവത്തെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാനും ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കാനും മാറ്റിവെച്ചിരിക്കുന്ന വേദപാഠത്തിൻ്റെ ദിവസങ്ങളാണ് ഈ ഞായറാഴ്ച എന്ന് പറയുന്നത്. അന്ന് അത് മാത്രമേ പാടുള്ളൂ. അതിനപ്പുറം വരുന്ന ചാരിറ്റി എന്ന് പറയുന്ന, അല്ല നന്മപ്രവൃത്തികളെന്ന് പറയുന്നത്, അത് ദൈവീകമല്ല, അത് ആധ്യാത്മികതയുടെ ഭാഗവുമല്ല. അത് പരിശുദ്ധ കുർബാനയിൽ നിന്നും പഠന അല്ല ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കുന്നതിൽ നിന്നും കേൾക്കുന്നതിൽ നിന്നും പഠിക്കുന്നതിൽ നിന്നും സാത്താൻ നടത്തുന്ന ആത്മീയ വഞ്ചനയാണ് അന്നേ ദിവസം നമ്മൾ മാറ്റിവെക്കുന്ന ചാരിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ മാതാപിതാക്കളെ ബഹുമാനിക്കണം. അപ്പോൾ വാഗ്ദാനത്തോടു കൂടിയ ഒരു കൽപ്പനയാണ്, നിൻ്റെ പിതാവിനെ, നീ ഭൂമിയിൽ ദീർഘനാൾ ജീവിച്ചിരിക്കേണ്ടതിന് നിൻ്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. എന്നാൽ പഴയ നിയമത്തിലെ ലേവ്യരുടെ പുസ്തകത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നിയമാവർത്തനത്തിലും പറയുന്നുണ്ട്, മാതാവിനെയോ പിതാവിനെയോ ശപിക്കുന്നവൻ വധിക്കപ്പെടണമെന്നാണ് പറയുന്നത്. അപ്പോൾ അത്രമാത്രം ഗൗരവമായൊരു പാപമാണ് മാതാപിതാക്കളെ അനുസരിക്കാതിരിക്കുക, ബഹുമാനിക്കാതിരിക്കുക, ശുശ്രൂഷിക്കാതിരിക്കുക എന്നുള്ളത്. അങ്ങനെ നമ്മൾ 10 പ്രമാണങ്ങളും എടുത്ത് ധ്യാനിച്ചു കഴിയുമ്പോൾ നമുക്കിപ്പോൾ അതിനുള്ള സമയം ഉൾക്കൊള്ളാൻ പറ്റത്തില്ല.
അതുപോലെ തന്നെ തിരുസഭയുടെ കൽപ്പനകളും. അന്ന് ആണ്ടിലൊരിക്കലെങ്കിലും എന്ന് പറഞ്ഞാൽ അന്ന് ദേവാലയങ്ങളൊക്കെ വളരെ അകലെയായിരുന്നിരിക്കാം, കിലോമീറ്ററുകളോളം നടക്കണമായിരുന്നിരിക്കാം. അന്ന് പുരോഹിതരുടെ എണ്ണം കുറവാണ്, ദേവാലയങ്ങളുടെ എണ്ണം കുറവാണ്. ഇന്ന് ഏകദേശം ഒരു 3 കിലോമീറ്റർ ചുറ്റളവിൽ ഇടവക ദേവാലയമുണ്ട്. എപ്പോൾ വേണമെങ്കിലും കുമ്പസാരിക്കുകയും പരിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്യാം. പക്ഷേ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് പറയാം. പാപബോധത്തെക്കുറിച്ച് പറയണം. പാപബോധമൊന്നുമില്ല എങ്കിൽ കുമ്പസാരത്തിന് വലിയ അർത്ഥങ്ങളൊന്നുമില്ല. അപ്പോൾ കുമ്പസാരം എന്താണ്, പ്രായശ്ചിത്തം എന്താണ് എന്ന്, ആരോടാണ് നമ്മൾ പാവങ്ങൾ ഏറ്റുപറയുന്നത്, ആരാണ് നമ്മുടെ പാവങ്ങൾ ക്ഷമിക്കുന്നത് എന്നൊക്കെ നമ്മൾ പുതിയ നിയമത്തെ കോട്ട് ചെയ്ത് തന്നെ സംസാരിക്കും. സഭയുടെ പഠനങ്ങൾ നമുക്ക് നൽകിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് ധ്യാനിക്കാം. അതുപോലെ തന്നെ പാപത്തെക്കുറിച്ചുള്ള ഇസ്രായേലിൻ്റെ ചിന്താഗതി, കാരണം അവർ പാപികളായിട്ടും പാവമായിട്ടും കാണുന്നത് ഈ ഭിന്നശേഷിയായിട്ട് ജനിക്കുന്നവർ, ഒന്നീ വികലാംഗരായിട്ട് ജനിക്കുന്നവർ, രോഗം വരുന്നവർ, കുഷ്ഠരോഗികൾ, അന്ധര്, വ്യതിര് അങ്ങനെ ഉള്ളവരാണ് അവർ പാപികളായിട്ട് കാണുന്നത്. അല്ലാത്തവരെല്ലാം നല്ല ആരോഗ്യമുള്ളവർ, സമ്പത്തുള്ളവർ, സൗന്ദര്യമുള്ളവർ, കഴിവുകളുള്ളവരൊക്കെ നീതിവാന്മാരായിട്ടാണ് സമൂഹം കണ്ടുകൊണ്ടേയിരിക്കുന്നത്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായൊരു കാഴ്ചപ്പാടും പഠനവുമാണ് ഈശോ നമുക്ക് നൽകിയിട്ടുള്ളത്. അപ്പം ഈശോയോട് തന്നെ നിയമത്തിൽ ചോദിക്കുന്നുണ്ട്, അവൻ അന്ധനായിട്ട് ജനിച്ചത് അവൻ്റെ പാപം നിമിത്തമാണോ മാതാപിതാക്കളുടെ പാപം നിമിത്തമാണോ എന്ന്. അപ്പം ഒരു വ്യക്തിയുടെ ജനനത്തെ പോലും പാപത്തിൻ്റെ കാഴ്ചപ്പാടിൽ കാണുന്ന ഒരു സമൂഹമാണ് ഉള്ളത്. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി എന്താണ് വെളിപ്പെടുന്നത്, അത് കുമ്പസാരത്തിലൂടെ എങ്ങനെയാണ് നമുക്ക് ബോധ്യം വരുന്നത് എന്നൊക്കെ തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ ദൈവികമായ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കുവാൻ, ദൈവവുമായിട്ട് ഏറ്റവും കൂടുതൽ അടുത്ത് കഴിയുവാൻ നമുക്ക് വേണ്ടുന്ന ഏറ്റവും വലിയ അവശ്യ ഘടകമാണ് പാപബോധം എന്നുള്ളത്. കാരണം മനുഷ്യനായിരിക്കുന്നവൻ എപ്പോഴും പാപിയാണ്. അവന് ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും നന്മയാണ് എങ്കിലും പലപ്പോഴും ചിന്തിക്കുന്ന നന്മ പ്രവർത്തിക്കാൻ പറ്റാതെ തെറ്റുകൾ ചെയ്യുന്നുണ്ട്. കാരണം മനുഷ്യൻ ഈ ജഡത്തിൽ ഇങ്ങനെ പിടിമുറുക്കിയിരിക്കുക. അതുകൊണ്ട് അവൻ്റെ പ്രവൃത്തികൾ പലതും തിന്മയ്ക്ക്, അല്ലെങ്കിൽ അവൻ്റെ ചിന്തകൾ തിന്മയിലേക്ക് ചാഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ഇവനുണ്ടാകേണ്ടെന്ന പ്രധാന ഘടകമെന്ന് പറയുന്നത് പാപബോധമാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് അടുത്ത ഭാഗത്ത് ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യാം. ദൈവം നമ്മെ സമത്വമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.